മാരുതി വാഗണർ കെ സീരീസാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ഫ്ലോറിൽ അടിഭാഗത്ത് ഓയിൽ ഡ്രോപ്പായി നിൽക്കുന്നുണ്ട്. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്കുന്നുണ്ടോ. അപ്പോൾ ഗിയർ ബോക്സ് അഴിക്കാൻ പോകണം, അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ അവിടെ ഓയിൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് നിലത്ത് കിടക്കുന്നുണ്ട്. അതാണ് കംപ്ലയിൻറ്റ്. അത് എഞ്ചിൻ ഓയിലാവാം ഗിയർ ഓയിലാവാം. ഇപ്പോൾ കണ്ടിട്ട് എഞ്ചിൻ ഓയിലാണ് ലീക്ക് പോലെ കാണിക്കണ്ടോ. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലാണ് ലീക്ക്. ഫ്ലൈ വീലിൻ്റെ അവിടുത്തെ സീല് പോയതാണ്ടോ. അപ്പോൾ ഇനി ക്ലച്ചും കാര്യങ്ങളും അയക്കണം, ഫ്ലൈ വീൽ അയക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് ആ സീല് മാറ്റാൻ പറ്റുള്ളൂ. അതിൽ സീല് മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം. സീലിന് എമൗണ്ടും കാര്യങ്ങളല്ല, പക്ഷേ ലേബർ നല്ല പോലെ വരും കേട്ടോ. ഗിയർ ബോക്സ് അയക്കണ ലേബറും ഒക്കെ വരും. അപ്പോൾ ഫ്ലൈ വീൽ അയക്കുകയാണ്, ക്ലച്ച് അയച്ചു, ഇനി ഫ്ലൈ വീൽ അയക്കുകയാണ്. ഈ ഫ്ലൈ വീലിൻ്റെ ബാക്കിലാണ് ആ സീല് വരുന്നത് കേട്ടോ. അത് നല്ല ഹാർഡായി കഴിഞ്ഞാൽ കുറേ ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡാവും. റബ്ബറിൻ്റെ സീലാണല്ലോ. ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ലീക്കായി ഭാഗത്ത് കൂടെ ഇങ്ങനെ ഓയിൽ ഡ്രോപ്പായി വരും കേട്ടോ. ഇതുണ്ടോ, ഹാർഡായി കഴിഞ്ഞാൽ നല്ലപോലെ ലീക്കാവും. അപ്പോൾ 1,00,000 കിലോമീറ്റർ മുകളിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ചൊക്കെ അയക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ കൂട്ടത്തിൽ മാറ്റി കൊടുക്കണവും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ സീൽ എടുക്കുകയാണ്. ഞാൻ പുതിയ സീല് മേടിച്ചിട്ടുണ്ട്, അതടിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ സീല്. ഇനി പുതിയ സീല് അടിക്കണം.